അതിന്റെ രണ്ട് കൊമ്പും ആങ്ങളും മുറിച്ചു. അപ്പണ്ട് തൊട്ടപ്പുറത്ത് ആനപ്പാപ്പ ശങ്കുണ്ണി വെക്കണം. ശങ്കുണ്ണി വെച്ചു, എന്താ കുട്ടിശങ്കര നീ കാണിച്ചത്? അപ്പൊ കുട്ടിശങ്കരൻ എന്താ പറഞ്ഞു? ഉണ്ണി കൊതും കൂടി കുളിക്കാൻ പോയി, ഉണ്ണി കുളത്തിൽ വീണു, പിന്നെ പൊന്തി വന്നില്ല, കൊതുവിന് സങ്കടം വന്നു, കൊതു കരയാൻ തുടങ്ങി, കൊതു കരഞ്ഞപ്പോ ആരേല കുളിച്ചു. അപ്പൊ എനിക്ക് വല്ലാതെ സങ്കടമായി, ഞാൻ എന്ത് കാട്ടി? എന്റെ കോമ്പ് കുളിച്ചു. ഇത് കേട്ടപ്പോ ശങ്കുണ്ണിക്ക് സങ്കടമായില്ലോ, പാപ്പാന് സങ്കടമായി. പാപ്പാൻ എന്ത് കളിച്ചു? ആന മേക്കണ കാരക്കോലുണ്ട് കയ്യിലിരിക്കും, കോലങ്ങൾ മുറിച്ചു വലിച്ചാണ്, കോലങ്ങൾ മുറിച്ചിട്ട് വലിച്ചത്. അങ്ങനെ വലിച്ചപ്പോഴാണ് തൊട്ട് അപ്പുറത്ത് അതാ അമ്പലത്തില് അടിച്ചു കളിക്കാൻ വേണ്ടിയിട്ട് പാത്രം പോറാനൊക്കെ വേണ്ടിയിട്ട് അമ്മിയം അങ്ങനെ പോണു. അമ്മിയം ചോദിച്ചു, എന്താ പാപ്പാനെ നിങ്ങൾ കാണിച്ചത് ചോദിച്ചു. അപ്പൊ പാപ്പാൻ എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞു? ഉണ്ണി കൊതും കൂടി കുളിക്കാൻ പോയി, ഉണ്ണി കുളത്തിൽ വീണു, പിന്നെ പൊന്തി വന്നില്ല, അപ്പോഴോ കൊതു കരയാൻ തുടങ്ങി, ആര് ഏല പൊഴിച്ചു, നിന്റെ കുട്ടിശങ്കരൻ കൊമ്പ് മുറിച്ചു. അപ്പൊ എനിക്ക് സങ്കടം സഹിച്ചു വയ്യാതെ ഞാൻ എപ്പോഴും മുറിക്കണം. ഇത് കേട്ടപ്പോഴോ അമ്മണിയമ്മയ്ക്ക് സങ്കടമായി. അമ്മണിയമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഓട്ടിയെട്ടിലും മുറിച്ചാണ് വലിച്ചത്. അമ്മണിയമ്മ കയ്യിലുണ്ടായിരുന്ന ഓട്ടിയെട്ടിലും മുറിച്ചാണ് വലിച്ചത്. ആ പായസമൊക്കെ കിടക്കുന്ന ചട്ടി ആ മുറിച്ചോളൂ. അപ്പൊ നോക്കിയപ്പോ അതാ അമ്പലത്തിലെ ശാന്തിക്കാരൻ അപ്പുറത്ത് നിൽക്കുന്നു. ശാന്തിക്കാരൻ ചോദിച്ചു, എന്താ അമ്മണിയമ്മയെ നിങ്ങൾ കാണിച്ചത് ചോദിച്ചു. അപ്പൊ അമ്മണിയമ്മ എന്ത് പറഞ്ഞു? ഉണ്ണി കൊതുകുടി കുളിക്കാൻ പോയി, ഉണ്ണി കുളത്തിൽ വീണു, പിന്നെ പൊന്തി വന്നില്ല, കൊതു കരയാൻ തുടങ്ങി, ആന ഇല പൊളിച്ചു, കുട്ടിശങ്കരൻ കൊമ്പ് മുറിച്ചു, ആനപ്പാപ്പാൻ കോല് മുറിച്ചു. ഇത് കണ്ടപ്പോ എനിക്ക് സങ്കടമായി, ഞാൻ ചാട്ട് കണ്ടു. ഇത് കേട്ടപ്പോ ശാന്തിക്കാരനും വല്ലാതെ സങ്കടമായി. ഗാന്ധിക്കാരന്റെ കയ്യിലൊരു കുട ഉണ്ടായിരുന്നു, ആ കുട നിലത്ത് ഇട്ടിട്ടാണ് ഉടച്ചു. ശാന്തിക്കാരൻ നിലത്ത് കുട ഇട്ടിട്ടാണ് ഉടച്ചപ്പോ അമ്പലത്തിൽ നിന്ന് തേവര് ദൈവം എഴുന്നേറ്റ് വന്നിട്ട് ചോദിച്ചു, എന്താ ശാന്തിക്കാരാ നിങ്ങൾ കാണിച്ചത് എന്ന് ചോദിച്ചു. ഇപ്പൊ ശാന്തിക്കാരൻ പറഞ്ഞു, ഉണ്ണി കൊതും കൂടി കുളിക്കാൻ പോയി, ഉണ്ണി പുറത്തിൽ വീണു, കൊതു കരയാൻ തുടങ്ങി, ആന ഇല ഒഴിച്ചു, കുട്ടിശങ്കരൻ കൊമ്പ് മുറിച്ചു, ആനപ്പാപ്പാൻ കോല് മുറിച്ചു, അമ്മിണിയമ്മ ചട്ടുകം മുറിച്ചു. അത് കണ്ടപ്പോ ഞാൻ ഇത് കേട്ടപ്പോ ദേവർക്ക് സങ്കടായി. ദേവര് കിഴക്കോട്ട് നോക്കി നിന്നാൽ ദേവര് നേരെ പടിഞ്ഞാട്ട്. കിഴക്കോട്ട് നോക്കിയത് ദേവര് പടിഞ്ഞാട്ട് നോക്കിയിരുന്നു. കിഴക്കോട്ട് നോക്കിയിരിക്കണം ദേവര് പടിഞ്ഞാട്ടാണ് നോക്കിയതപ്പോ എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോ ആരാ കുളത്തിന്റെ പക്കത്ത് ഞാൻ നിൽക്കുന്നത്? ആരാ നിൽക്കണേ? നാടോടി കഥ. എന്തൊക്കെ കാര്യം ഈ കഥ ചിലപ്പോ നിങ്ങളുടെ നാട്ടില് തൃശ്ശൂരുണ്ടാവില്ല. ഞാൻ ജനിച്ചു വളർന്ന എന്റെ പ്രദേശത്തുള്ളൊരു കഥയാണ്. ഈ നാടോടി കഥകൾക്ക് അങ്ങനെ പ്രത്യേകത അത് എല്ലായിടത്തും ഉണ്ടായിക്കൊള്ളുന്നില്ല. ഞാൻ ജനിച്ചു വളർന്നിടത്തുള്ള കഥയാണ്. ഇതിന്റെ ഭാഷ നിങ്ങൾക്ക് അങ്ങനെ പരിചയമുള്ള ഒരു ഭാഷ ഇപ്പോഴൊന്നുമില്ല. ഇല്ലല്ലോ, ഒരു തൃശ്ശൂർ ഭാഷ ഇതിനകത്ത് ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ഒരു ഭാഷ ഇപ്പോൾ പറയാനായിട്ട് എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ എന്റെ ഭാഷയിലാണ് ഞാൻ പറയും, നിങ്ങളുടെ ഭാഷയിലും പറയും. അപ്പോ ഇത് എന്താ വലിയൊരു കാര്യമാണ്, എന്താ വലിയൊരു കാര്യമാണ്. എന്തെങ്കിലും വിശേഷിച്ച് വലിയ കാര്യം പറഞ്ഞിട്ടുണ്ടോ? ഒറ്റ കാര്യമുള്ളൂ. എല്ലാവരും തിരിഞ്ഞു നോക്കിയപ്പോ ആരാ അവിടെ നിൽക്കണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു ഉത്തരണ്ട്. ആരാ? ഉണ്ണി അവിടെ നിൽക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ
നമുക്ക് യാതൊരു തർക്കമുണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞിട്ടാണ് ഉണ്ണിയും കൊതും കൂടി പുറത്തു പോയി കുറെ നേരമായി, ബുദ്ധി വന്നില്ല, എന്നിട്ട് ഇവർക്കൊക്കെ സങ്കടമായി. അവസാനം തിരിഞ്ഞു നോക്കിയാൽ ആരെ കാണണം? നമുക്ക് ഉണ്ണിയെ കാണണം അല്ലേ? അത് നമ്മളെല്ലാവരും ഒരേ മനസ്സാണ്. നമ്മുടെ മനസ്സിൽ ഇതുപോലെ ഒരേ ഉണ്ണികളെ, അപകടമില്ലാത്ത ഉണ്ണികളെ കാണിച്ചു തരുന്നത് കൂടിയാണ് കഥ എന്നത്. ഈ കഥ അതിന് ആകെ സംബന്ധങ്ങളാണ്. ഉണ്ണി കൊതു കൂടി കുളിക്കാൻ പോകും, കൊതു കരയോ, ആര് അത് കണ്ട് സങ്കടപ്പെട്ടു, ആന കൊമ്പ് വയ്ക്കും, ആകെ സംബന്ധങ്ങളാണ്. പക്ഷേ അവസാനം നമുക്ക് ഒരു കാര്യം മനസ്സിലായി, അവിടെ നിൽക്കുന്നത് ആരാണ്? ഉണ്ണിയാണ് എന്ന് നമുക്ക് അറിയാം. അപ്പോ കഥ അതിന്റെ പറച്ചിൽ രീതി കൊണ്ടാണ് കഥയായി മാറുന്നത്. കവിത അതിന്റെ എഴുത്ത് രീതി കൊണ്ടാണ് കവിതയായി മാറുന്നത്. എഴുത്ത് മാത്രമല്ല, ഇത് വായനാ രീതി കൊണ്ടുകൂടിയാണ് അത് കവിതയായി മാറുന്നത്. അപ്പം അങ്ങനെ നമ്മള് മൂന്നാമതൊരാൾ, ഞാനല്ലാതെ മറ്റൊരാൾ വായിക്കാനുണ്ട് എന്ന് നമുക്ക് എഴുതുന്നയാൾക്ക് മനസ്സിൽ നല്ല ബുദ്ധിയുണ്ടാവും. അയാൾക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലും ചില കണ്ടെടുക്കാൻ ഉണ്ടാവണം എന്ന് നമ്മൾ കരുതണം. അങ്ങനെ കണ്ടെടുക്കുന്നതിൽ നിന്ന് വായിക്കുന്നയാൾക്ക് ഒരു സന്തോഷം, അനുഭൂതി ഉണ്ടാവണം എന്ന് നമ്മൾ കരുതണം. അങ്ങനെ കരുതുമ്പോൾ മാത്രമേ, അങ്ങനെ ആയിട്ട് എഴുതാൻ കഴിയുമ്പോൾ മാത്രമേ നമ്മൾ എഴുതേണ്ടതുള്ളൂ. അല്ലാതെ ധാരാളം എഴുതുണ്ടോ? അപ്പൊ ചിലപ്പോൾ തോന്നില്ലോ, നമ്മൾ എഴുതുന്നതെല്ലാം മഹത്താണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാൽ ചെറിയ ചില അനുഭവങ്ങളാവും. ആ അനുഭവം അതിന്റെ പറച്ചിൽ രീതി കൊണ്ട് മാത്രം ചിലപ്പോ അത് വ്യത്യസ്തമാക്കി. ഞാൻ ഒരു രചന കേൾപ്പിച്ചു തരാം. അതിന്റെ ആള് പറഞ്ഞു, അതുകൊണ്ടാണ് ഞാനത് കേൾപ്പിച്ചത്. അൽഹാൻ ഇന്നലെ എഴുതിയ, അത് നിങ്ങൾ എന്താ പറഞ്ഞു, കഥാന്നോ കവിതാന്നോ എന്താ പേര് കൊടുക്കുള്ളൂ, എന്തായാലും എഴുതിയ. ഇന്നലെ നീങ്ങുന്നു എന്താ LSS USS ഇത്യാദി കുറെ പരീക്ഷകളുണ്ട്. അതിങ്ങനെ ആളുകളിങ്ങനെ ആരൊക്കെ അതൊക്കെ എഴുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവും ഇവിടെ. ഇതൊക്കെ പരീക്ഷ പാസ്സായി ആയിക്കോട്ടെ. അങ്ങനെ ഈ പരീക്ഷയുടെ റിസൾട്ട് കാത്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നോക്കിയപ്പോ അതിനകത്തേക്ക് ലോഗിൻ ചെയ്യാനേ പറ്റില്ല. അതിങ്ങനെ വട്ടം തിരിക്കുക, അങ്ങനെയുള്ള അല്ലേ? എല്ലാവർക്കും വട്ടം തിരിക്കുന്നു. എന്നാലും ഒരുപാട് ആൾക്കാർ ഫസ്റ്റ് നോക്കുമ്പോഴൊക്കെ ഇങ്ങനെ വട്ടം തിരിക്കുന്നു. ഈ വട്ടം തിരിഞ്ഞ സമയത്ത് അവിടെ എഴുതിയ അൽഫയുടെ അൽഫ എഴുതിയൊരു രചന ഞാൻ വായിക്കാം. പ്രതീക്ഷകളുടെ ലോഗിൻ പേര് എന്നാണ് ആ രചനയുടെ പേര്. പ്രതീക്ഷകളുടെ ലോഗിൻ പേര് വായിക്കാം. തെർമോമീറ്ററിന് അളക്കാനാവാത്ത ടെമ്പറേച്ചറിൽ കത്തിജ്വലിക്കുന്ന എന്താവും? കത്തിജ്വലിക്കുന്ന പനി, പേടി, ആകാംക്ഷ ഒക്കെ ആവാം. തെർമോമീറ്ററിന് അളക്കാനാവാത്ത ടെമ്പറേച്ചറിൽ കത്തിജ്വലിക്കുന്ന ടെൻഷൻ, റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുന്ന ഗൂഗിൾ. റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ട് 3 ദിവസമായി എന്ന് പറഞ്ഞ് പുഞ്ചിരിക്കുന്ന ഗൂഗിൾ. ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് പടർന്ന് കയറിയ ഇരുട്ട് ഭയത്തിന്റെ ഈണത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. ഹൃദയത്തിന്റെ അടിത്തട്ടിലേക്ക് പടർന്ന് കയറിയ ഇരുട്ട് ഭയത്തിന്റെ ഈണത്തിൽ വൈബ്രേറ്റ് ചെയ്യുന്നു. എല്ലാവരുടെയും സ്റ്റാറ്റസിൽ സന്തോഷത്തിന്റെ ഇമോജികൾ നിറഞ്ഞൊഴുകുമ്പോൾ എന്നിലേക്ക് ഉയർന്ന
1000 ചോദ്യചിഹ്നങ്ങളിലേക്ക് ഞാൻ നിശബ്ദതയെ സെൻഡ് ചെയ്തു. അവസാനം എനിക്ക് വേണ്ടി എററാക്കപ്പെട്ട വെബ്സൈറ്റ് പ്രതീക്ഷകളുടെ വാതിൽ തുറന്നു. കാത്തിരിപ്പിന്റെ മേഘങ്ങളെ തള്ളി നീക്കി. സന്തോഷത്തിന്റെ മഴവില്ലിനെ മനസ്സിലേക്ക് ഉടഞ്ഞു. മനസ്സിലായി? പറഞ്ഞോളൂ. അപ്പോ സന്തോഷിക്കാനുള്ള റിസൾട്ടാണോ? അതെ അല്ലേ? പിന്നെ അവിടെ അതിന് ഒരു വാക്ക് കൂടെ ചേർത്തിട്ടുണ്ട്. അത് ഒഴിവാക്കിയിട്ടാണ് ഞാൻ വായിച്ചത്. അവസാനം ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. വേണ്ടില്ലാതെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് വായിക്കാതില്ല. കാത്തിരിപ്പിന്റെ മേഘങ്ങളെ തള്ളി നീക്കി സന്തോഷത്തിന്റെ മഴവില്ലിനെ മനസ്സിലേക്ക് ഉണരുക എന്ന് പറഞ്ഞാൽ തന്നെ എലിജിബിൾ എന്ന വാക്ക് പിന്നെ അവർ ആവശ്യമില്ലാതെ കവിയുടെ എന്താണ് സമ്മതമില്ലാതെ ഞാൻ ആ വാക്ക് ഒഴിവാക്കി വായിച്ചത്. പറഞ്ഞ കാര്യം തന്നെ നമ്മൾ എന്ത് പറയുന്നു എന്നതുപോലെ തന്നെ നമുക്കെല്ലാ അനുഭവങ്ങൾക്കും സമാനമായ അനുഭവങ്ങളാണ്. ഇതിനു മുമ്പേ ആളുകൾ പറഞ്ഞ ഇപ്പോ പൂമ്പാറ്റയെ കുറിച്ച് എത്ര ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ? രാവിലെ വലിയ കവിത അല്ലേ? ഈ വല്ലിയിൽ നിന്നോ ചെമ്പേ പൂക്കൾ പോകുന്നീതാ പറന്നമ്മേ. എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു കവിതയാണ് പൂമ്പാറ്റയെ കുറിച്ചുള്ള ഈ കവിത. എന്നാൽ പാറി നടക്കാൻ കൊതിച്ചൊരു പൂവിത പൂമ്പാറ്റയായി പറന്നിടുന്നു. മോഹനസുകാരൻ എന്ന് വിളിച്ചിട്ടാണ്. ഏതാ പറഞ്ഞതാണ്? പാറി നടക്കാൻ കൊതിച്ചൊരു പൂവിത പൂമ്പാറ്റയായി പറന്നിടുന്നു. പൂവിനെ ഒന്ന് പാടിറങ്ങുന്നു. അപ്പൊ എന്തായത്? അത് പൂമ്പാറ്റ പാറി നടന്നു കുഴഞ്ഞൊരു പൂമ്പാറ്റ പൂവായി ചെടിയിലുറങ്ങിടുന്നു. പാറി നടന്നു കുഴഞ്ഞൊരു പൂമ്പാറ്റ പൂവായി ചെടിയിലുറങ്ങിടുന്നു. പൂമ്പാറ്റയെ കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. ഞാൻ വേറൊരു സാധനം അത് അങ്ങനെ ധാരാളം ആളുകൾ വായിച്ചിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജി ശങ്കരക്കുറുപ്പിന്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കവിതയുണ്ട്. അത് പൂവുകൾ നേരിട്ടും പൂമ്പാറ്റ പൂമ്പൊടി കുരിശും പൂമ്പാറ്റ എന്ന് പറയുന്ന ഒരു തുടങ്ങുന്ന കവിതയാണ്. പലരും കേട്ടിട്ടൊക്കെ ഉണ്ടാവുന്ന ഞാൻ വിചാരിക്കുന്നു. അതിപ്പോൾ നമ്മളിവിടെ പാടുന്നില്ല. പൂമ്പാറ്റയെ കുറിച്ച് ജി ശങ്കരക്കുറുപ്പ് എഴുതിയ മറ്റൊരു കവിതയുണ്ട്. അതില് ചെറിയ കുട്ടികൾക്ക് ചിലപ്പോൾ ചില വാക്കുകൾ മനസ്സിലായിക്കാന്ന് വരും. അത്രയേ ഉള്ളൂ. കവിത എങ്ങനെയാണ്? ചെമ്പകവർണ്ണയായ സന്ധ്യ ചക്രവാളത്തിന്റെ വട്ടക്കണ്ണാടിയിൽ ഉന്മാദം കൊള്ളിക്കുന്ന കോമള രൂപം നിഴലിച്ചത് മദാലസം നോക്കി നിൽക്കുകയാണ്. വെളിച്ചത്തിന്റെ പൊടി കൊണ്ട് മുഖം മിനുക്കി മേഘകാന്തിയായ മേഘമാല കാറ്റ് കൊള്ളാൻ ഇറങ്ങിയിരിക്കുന്നു. കറുത്ത മേഘം കാറ്റ് കൊള്ളാൻ ഇറങ്ങിയിരിക്കുന്നു മനസ്സിലാക്കിയാൽ നോക്കൂ. ആഡംബരപ്രിയയും സമ്പന്നയുമായ ഒരു ജപ്പാൻകാരി തരുണിയെ പോലെ വിചിത്രവർണ്ണമായ വിശറി മെല്ലെ മെല്ലെ ഇളക്കിക്കൊണ്ട് ആരാമ മധ്യത്തിലുള്ള പൂമേടപ്പുറത്ത് പൂമ്പാറ്റ തന്നിൽ തന്നെ ലയിച്ചിരിക്കുകയാണ്. ആ സൗന്ദര്യധാമം മധുപാനത്തിന്റെ മധുര ലഹരിയിൽ തന്നെ ഇപ്പോൾ
എത്ര മനോഹരമാണ് ലോകം. പൂമ്പാറ്റ അത്ഭുതപ്പെട്ടു. ഇളങ്കാറ്റ് മുല്ലവള്ളികളെ ഇക്കിളിയാക്കി കിലുകിലെ ചിരിപ്പിച്ചുകൊണ്ട് സീൽക്കാരത്തോടുകൂടി ഇടയിൽ കയറി തിക്കി തിരക്കി. അരികെ ഒരു നഗ്നവൃക്ഷം കാറ്റിൽ വിറയ്ക്കുന്ന ചില്ലത്തുമ്പ് നീട്ടി നിലത്തേക്ക് ചൂണ്ടി അർത്ഥഗർഭമായി ആംഗ്യം കാട്ടി. പഴകിയടിഞ്ഞ ഇലകളും ചീഞ്ഞടിഞ്ഞ പൂമ്പാറ്റ ചിറകുകളും നെടുനീളെ. മണ്ണിലിഴയുന്ന ഞാഞ്ഞൂലുകളെ നോക്കി പൂമ്പാറ്റ പുച്ഛിച്ചു. മണ്ണിലിഴയുന്ന ഞാഞ്ഞൂലുകളെ നോക്കി പൂമ്പാറ്റ പുച്ഛിച്ചു. പുഴു, അന്ധമായ പുഴു. അല്പമകലെ മരക്കൊമ്പിലിരുന്ന കരിക്കുയിൽ പ്രതിഷേധിച്ചു. ധിക്കാരി പൂമ്പാറ്റ, നീയും പുഴു. ധിക്കാരി പൂമ്പാറ്റെ, നീയും പുഴു. ചിറകുമുളച്ച പുഴു. എത്ര ചെടികളുടെ പത്രപുടങ്ങളിലാണ് നിന്റെ ഭോഗതൃഷ്ണയുടെ ദന്തവ്രണങ്ങൾ. നിന്റെ ആഡംബര ചിറക് കൊടിയട്ടെ, നീയും പുഴു. ആ ഞാഞ്ഞൂലുകൾ ഭൂമിയുടെ പൊന്നുനൂലുകൾ. സംസ്കാര സമ്പന്നമായ നിലം അവരുടെ വേലയുടെ ഫലം. സംസ്കാര സമ്പന്നമായ നിലം അവരുടെ വേലയുടെ ഫലം. അവരുടെ നിർമ്മിതിയാണ് ഹരിതമുളകം കലർന്ന ഉലകം. നീ ലോകത്തിന്റെ ആഡംബരം, ചിറകുമുളച്ച സുഖബോധം ഓർമ്മയിലിരിക്കട്ടെ. മധുമത്തയായ പൂമ്പാറ്റ, കടലുറയ്ക്കാത്ത സ്വൈരിണി, വേച്ച് വേച്ച് പാറി പാറി കാറ്റിന്റെ പിറകെ കടന്നുപോകും. ഈ പൂമ്പാറ്റയെ കുറിച്ച് പറയാത്തത് എന്താണ്? അതിന്റെ ചന്തം അല്ലെ, അതിന്റെ നിറങ്ങളുടെ വിന്യാസം, അതിന്റെ മൃദുലത, അതിങ്ങനെ പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പോകുമ്പോഴുള്ള ചന്തം, അതിന്റെ നൃത്തം വെക്കുന്നത് പോലെയുള്ള പറക്കൽ, അത് ഈ പൂമ്പൊടി ഒരു പൂവിൽ നിന്ന് മറ്റൊരു പൂവിലേക്ക് പൂമ്പൊടി ഇങ്ങനെ കൊണ്ട കൊടുക്കുന്ന മഹത്തായ പ്രക്രിയ. പക്ഷെ ഇവിടെ ശങ്കരപ്പൂപ്പ് കണ്ട വേറെ കാഴ്ചയുണ്ട്. ശങ്കരപ്പൂപ്പ് എന്ന് നേരത്തെ എഴുതിയിട്ടുണ്ട്, പൂവുകളുടെ പൂമ്പാറ്റ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ശങ്കരപ്പൂപ്പ് കണ്ട വേറൊരു കാഴ്ചയുണ്ട്. അത് പൂമ്പാറ്റെ, ഈ ചിറകുകൾ പൊഴിഞ്ഞാൽ നീയും വെറും പുഴു. ചിറകുകൾ പൊഴിഞ്ഞാൽ നീയും വെറും പുഴു. ഞാൻ കവിതയുടെ വിശദാംശങ്ങളിലേക്ക് പോയി ചില നിങ്ങൾക്ക് ഒരു പക്ഷെ പെട്ടെന്ന് മനസ്സിലാവാത്ത വാക്കുകളൊക്കെ അതിനകത്ത് ഉണ്ടാവാം. ചെറിയ കുട്ടികൾ ഞാൻ അതിലേക്ക് അത് പഠിപ്പിക്കാൻ പോയി. പൂമ്പാറ്റയെ ഇങ്ങനെയും കാണാൻ. അപ്പൊ പൂമ്പാറ്റയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അത് മറ്റാരും പറയാത്ത കാര്യങ്ങൾ മറ്റാരും പറയാത്ത രീതിയിൽ എഴുതുമ്പോഴാണ് അതൊരു നല്ല രചനയായിട്ട് മാറും. മറ്റാരും പറയാത്ത കാര്യം, ഒരു കാര്യത്തെ കുറിച്ച് തന്നെ എഴുതുന്നത്, അതിനെക്കുറിച്ച് മറ്റാരും പറയാത്ത കാര്യങ്ങൾ പറയണം, മറ്റാരും കാണാത്ത കാഴ്ചകൾ കാണണം, മറ്റാരും പറയാത്ത രീതിയിൽ പറയണം. അപ്പോഴാണ് വായിക്കുന്നയാൾക്ക് അതിൽ നിന്ന് ചിലത് കണ്ടെടുക്കാനുണ്ടാവുക, അതിൽ അത്ഭുതം കൊള്ളാനുണ്ടാവുക, അതിൽ നിന്ന് അനുഭൂതി ഉണ്ടാവുക. നോക്കൂ, ഇവിടെ ഈ ചുമരത്തിലൊക്കെ ഒരു സാധനം ഒട്ടിച്ചു വെച്ചു. എന്താ ഒട്ടിച്ചു? ഈ സാധനം ഇവിടെ എന്താ QR കോഡ്. എന്തിനാ QR കോഡ്? സ്കാൻ ചെയ്യാനുള്ളതാണ്. എന്തിനാ QR കോഡ് സ്കാൻ ചെയ്യാൻ?
അതാണ് പ്രധാനമായിട്ട് സ്കാൻ ചെയ്യുന്നത്, പണം കൊടുക്കാനാണ്. പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? വേറെ നമ്മുടെ പുസ്തകങ്ങളിലൊക്കെ ഇങ്ങനെ QR കോഡ് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്കത് വായിച്ച് കേൾക്കാം. ചില പുസ്തകങ്ങളിലൊക്കെ നമുക്കത് കേൾക്കാം. ചില QR കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ചില ദൃശ്യങ്ങൾ അതിൽ നിന്ന് സ്കാൻ ചെയ്തിട്ട് കാണാൻ കഴിയും, അല്ലേ? കാശ് കൊടുക്കാൻ വേണ്ടി മാത്രമല്ല, പല കാര്യങ്ങൾക്കും നമുക്ക് QR കോഡ് ഉപയോഗിച്ച്, ആ QR കോഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വേറൊന്നിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ, കാശ് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാളുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണ പണിയാണ് ചെയ്യുന്നത്. ഒരു കവിത ഈ പുസ്തകത്തില്, ഇപ്പോ ഈ പുസ്തകത്തില് ചില QR കോഡ് ഉണ്ട്. ഇവിടെ നോക്കൂ, ഇതിലൊരു QR കോഡ് ഉണ്ട്. ബാക്കിലുണ്ട്. ബാക്കിലുണ്ട്. അത് പുസ്തകത്തെ കുറിച്ചിട്ട് വിവരങ്ങളായിരിക്കും. അതിലുണ്ട് QR കോഡ്. ഇതിലുള്ള ഈ QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഈ കവിത ചൊല്ലുന്നത് കേൾക്കാൻ പറ്റും. അങ്ങനെ വ്യത്യസ്ത ആവശ്യങ്ങൾക്കാണ് നമ്മൾ QR കോഡ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ നാം ഒരു നിമിഷം അതിനകത്തേക്ക് പ്രവേശിക്കാൻ, നമുക്ക് കടക്കാനൊരു വാതിലാണ്, നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ ഒരു വാതിലാണ്. ഒരു ദിവസം നിങ്ങൾ ഈ QR കോഡ് കൂടെ ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ പോയി. ഇത് നമ്മളെന്നെ കൊടുത്തോ, ഓരോ തവണ സ്കാൻ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നുണ്ട്. ഒരു വഴി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. QR കോഡ് നമുക്ക് ഏറ്റവും പരിചയമുള്ള ഒരു സാധനമാണ് ഈ QR കോഡ്. നിങ്ങൾ QR കോഡിനെ കുറിച്ച് എഴുതുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങൾ ഇപ്പോൾ എഴുതുക? QR കോഡ് എന്നൊരു വിഷയം ഞാൻ ഇനി QR കോഡ് എഴുതാൻ പറ്റിയില്ലേ, അതിപ്പോ എന്റെ തലയിൽ വരുന്നില്ല. എന്താ, നിങ്ങൾക്ക് മറ്റേതെങ്കിലും താല്പര്യമുള്ള ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് എഴുതി സ്വന്തമായിട്ടൊന്നും എഴുതി. ഇപ്പൊ നമ്മൾ രാവിലെ മുതൽ നടത്തിയ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വായിക്കുന്നത്, വായനക്കാരന് ഒരു സന്തോഷവും അനുഭൂതിയും കിട്ടണമെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതണമെന്നൊക്കെയാണ് കുറച്ചു നേരം ആലോചിച്ചത്. അതിനനുസരിച്ച് നിങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത്, പുതിയ കുട്ടികൾ എങ്ങനെയാണ് എഴുതുന്നത് എന്ന് കൂടി അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് എഴുതി നോക്കൂ. എഴുതാൻ എത്ര സമയം വേണ്ടിയും ഒരു 5-10 മിനിറ്റൊക്കെ എടുക്കാം. ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ചിലപ്പോൾ മുഴുവനാക്കാൻ കഴിയണമെന്നില്ല. നമ്മുടെ സമയം ഇങ്ങനെ ഒരു വർക്ക്ഷോപ്പ് ആകുമ്പോൾ അതിനകത്തുള്ള സമയത്തിനെ നമ്മൾ ഒന്ന് കൃത്യപ്പെടുത്തി പോകണം. ഒന്ന് എഴുതി നോക്കൂ. ഞാൻ തന്ന വിഷയം QR കോഡ് എന്നുള്ളതാണ്, അത് തന്നെ എഴുതിക്കോണമെന്നില്ല. അല്ലാത്ത വിഷയവും നിങ്ങൾക്ക് ആലോചിക്കാം. ഒരല്പ സമയം നിങ്ങളൊന്ന് സ്വയം ആലോചിച്ച് എഴുതി തുടങ്ങി.
Bueno.